ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിന് മുകളിൽ ആളില്ലാ പേടകമായ ഡ്രോൺ പറന്നത് കണ്ടതിനെ തുടർന്ന് വിമാനത്താവളം 1.5 മണിക്കൂറോളം അടച്ചിട്ടു. ഇതുമൂലം നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയും സർവീസ് വൈകുകയും ചെയ്തു. 23 വിമാനങ്ങളാണ് വഴിതിരിച്ചുവിട്ടത്. ഇന്ന് രാവിലെ 10:30 സംഭവം. ഇതുമൂലം കേരളത്തിലേക്കുള്ള സർവീസുകളടക്കം താളം തെറ്റി. സംഭവത്തെ തുടർന്ന് സിവിൽ ഡിഫൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നോമ്പുതുറ വിഭവങ്ങളിൽ ഒഴിച്ചുകൂടാനാകാത്തതാണ് ഈന്തപ്പഴം. ഗൾഫിലെ വിപണികളിൽ ഈന്തപ്പഴ വിൽപ്പന ഏറെ സജീവമാണ്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. നോമ്പുതുറ സമയത്തെ വിഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈന്തപ്പഴം. ഈന്തപ്പഴം കൊണ്ട് നോമ്പു തുറക്കുന്നത് ഏറെ പുണ്യമായി കരുതുന്നു. പോഷണങ്ങളുടെ ഖനിയായ ഈന്തപ്പഴം അറബികളുടെ പ്രധാന വിഭവങ്ങളിലൊന്നാണ്. ഈന്തപ്പഴവും ഈന്തപ്പന തോട്ടങ്ങളും അറബികളുടെ സംസ്കാരത്തോട് ചേർന്ന് കിടക്കുന്നു. എണ്ണമറ്റ ഈന്തപ്പന തോട്ടങ്ങൾ അറബികളുടെ പ്രൗഢിയുടെ അടയാളം കൂടിയാണ്. ഈന്തപ്പഴം 100-ലേറെ ഇനങ്ങളിലുണ്ട്. ലുലു, ഹലാസ്, ബർഹി, ഹനീസി എന്നിങ്ങനെ പോകുന്നു ഇവ. ഏറെ മധുരതരവും സ്വാദിഷ്ടവുമായ ഈന്തപ്പഴം ഒന്നാന്തരം ഔഷധം കൂടിയാണ്. ആരോഗ്യത്തിന് അടിസ്ഥാനമായി വേണ്ട എല്ലാ പോഷണങ്ങളും ഇതിലുണ്ട്. വൈറ്റമിനുകളും ധാതുലവണങ്ങളും ധാരാളം. ഏറ്റവും കൂടുതൽ ഊർജ്ജം തരുന്ന ഭക്ഷണങ്ങളിൽ ഒന്നാണ് ഈന്തപ്പഴം. റംസാന് മുന്നോടിയായി ഗൾഫിലെ വിപണികളിൽ ഈന്തപ്പഴ വിൽപ്പന സജീവമായിട്ടുണ്ട്. ടി ജമാലുദ്ദീൻ, ദുബായ്. സൗദി മൊബൈൽ വിപണിയിലെ സ്വദേശീവൽക്കരണത്തിന്റെ ഭാഗമായി നടന്നുവരുന്ന കർശന പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാൻ കടകൾ അടച്ചിട്ടവർക്ക് അധികൃതരുടെ മുന്നറിയിപ്പ്. അടച്ചിട്ട കടകൾ 5 ദിവസത്തിനകം തുറന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ വാടക കരാർ ദുർബലപ്പെടുത്തി കട മറ്റാർക്കെങ്കിലും വാടകയ്ക്ക് നൽകുമെന്ന് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉടമകൾക്ക് നോട്ടീസ് പതിപ്പിച്ചു തുടങ്ങി. സ്വദേശികളുടെ പേരിൽ നടത്തുന്ന ബിനാമി സ്ഥാപനങ്ങളിൽ ഭൂരിപക്ഷവും റമദാൻ ആദ്യം മുതൽ നിലവിൽ വന്ന സൗദിവൽക്കരണത്തിന്റെയും പരിശോധനയുടെയും പശ്ചാത്തലത്തിൽ അടഞ്ഞുകിടക്കുകയാണ്. 21ാമത് ഷാർജ അന്താരാഷ്ട്ര ചെസ് ചാമ്പ്യൻഷിപ്പിൽ 23 രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്റർനാഷണൽ മാസ്റ്റർമാരും ഗ്രാൻഡ് മാസ്റ്റർമാരും ഉൾപ്പെടെ 200-ലേറെ കളിക്കാർ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഷാർജ കൾച്ചർ ലാൻഡ് ചെസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച മുതൽ 18 വരെയാണ് ചാമ്പ്യൻഷിപ്പ്. UAE അടിസ്ഥാനത്തിൽ റോയൽ സിസി അജ്മാൻ നടത്തിയ 3ാമത് റോയൽ ട്രോഫിക്ക് വേണ്ടി അജ്മാൻ സ്റ്റേഡിയത്തിൽ നടത്തിയ ക്രിക്കറ്റ് ടൂർണമെന്റിൽ GCC ഷാർജയെ പരാജയപ്പെടുത്തി സൈദൂൻ 11 ദുബായ് ജേതാക്കളായി. പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ദുർവേഷ് വിജയികൾക്കുള്ള ട്രോഫികൾ സമ്മാനിച്ചു. കളിയിലെ മാൻ ഓഫ് ദ മാച്ചായി റിയാസിനെയും ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി അഫ്സലിനെയും തെരഞ്ഞെടുത്തു. ലുലു ഹൈപ്പർ മാർക്കറ്റും ജാക്സ് ബോഗാർഡ് പെർഫ്യൂമും ചേർന്ന് സംഘടിപ്പിച്ച സമ്മാന പദ്ധതിയിലെ വിജയിക്ക് സമ്മാനമായി ലഭിച്ച കാറിന്റെ താക്കോൽ കൈമാറി. കിസൈസ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന ചടങ്ങിൽ ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ജെയിംസ് കെ വർഗീസും ID ഇന്റർനാഷണൽ മാനേജർ നോയൽ ഫെർണാണ്ടസും ചേർന്ന് ജേതാവായ സൈനുൽ ആബിദിന് താക്കോൽ കൈമാറി. ചടങ്ങിൽ ലുലു ഗ്രൂപ്പ് റീജിയണൽ മാനേജർമാരായ തമ്പാൻ KP, സലീം VC, MK മാർക്കറ്റിംഗ് മാനേജർ ഷിബു, സെയിൽസ് മാനേജർ ഷാജി PV എന്നിവരും പങ്കെടുത്തു. സൗദിയിൽ വിദേശികൾ അനധികൃതമായി ടാക്സി സർവീസ് നടത്തുന്നത് കണ്ടെത്താൻ പരിശോധന ശക്തമാക്കുന്നു. വിദേശികൾ സ്വന്തം പേരിൽ വലിയ വാഹനങ്ങൾ വാങ്ങുന്നതിന് ട്രാഫിക് വകുപ്പിൽ നിന്നും മുൻകൂട്ടി അനുമതി തേടണം. നിയമലംഘനം കണ്ടെത്തുന്ന ഘട്ടത്തിൽ 300 റിയാൽ മുതൽ 500 റിയാൽ വരെ പിഴ ഈടാക്കാനും നിർദ്ദേശം. വിദേശികൾ തങ്ങളുടെ പേരിലുള്ള വാഹനങ്ങൾ ഉപയോഗിച്ച് അനധികൃതമായി ടാക്സി സർവീസ് നടത്തുന്നത് കണ്ടെത്തുന്നതിന് സൗദി ട്രാഫിക് വിഭാഗം പരിശോധന തുടങ്ങി. 6 അതിൽ കൂടുതലും സീറ്റുകളുള്ള വാഹനങ്ങളും വാനുകളും മറ്റും വിദേശികൾ തങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുകയും അവ ഉപയോഗിച്ച് ടാക്സി സർവീസ് നടത്തുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഇവ കണ്ടെത്തുന്നതിന് പരിശോധന നടത്തുന്നത്. ലൈസൻസിന് വിരുദ്ധമായി വാഹനം ഉപയോഗിക്കൽ എന്ന നിയമപ്രകാരമാണ് പരിശോധനകൾ നടത്തുക. നിയമലംഘനം കണ്ടെത്തുന്ന ഘട്ടത്തിൽ 300 റിയാൽ മുതൽ 500 റിയാൽ വരെ പിഴ ഈടാക്കൽ, വാഹനം പിടിച്ചെടുക്കൽ തുടങ്ങിയ ശിക്ഷാ നടപടികൾ സ്വീകരിക്കും. 7 അതിൽ കൂടുതലും പേർക്ക് സഞ്ചരിക്കാവുന്ന വാഹനങ്ങൾ വിദേശികളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുകയോ അവരുടെ ഉടമസ്ഥാവകാശം മാറ്റിക്കൊടുക്കുകയോ ചെയ്യുന്നതിന് സൗദി ട്രാഫിക് ഡയറക്ടറേറ്റ് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ 2015 മാർച്ചിൽ ഉത്തരവിറക്കിയിരുന്നു. കുടുംബത്തോടൊപ്പം താമസിക്കുന്ന വിദേശികൾക്ക് നിരോധനം ബാധകമല്ല. എന്നാൽ തങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം 5 പേരിൽ കൂടുതലായിരിക്കണമെന്ന വ്യവസ്ഥയുണ്ട്. നിയമം കർശനമാക്കിക്കൊണ്ട് സൗദി ട്രാഫിക് ഡയറക്ടറേറ്റ് സൗദിയിലെ ബന്ധപ്പെട്ട എല്ലാ ട്രാഫിക് മേധാവികൾക്കും വാഹന ഏജൻസികൾക്കും സർക്കുലർ അയക്കുകയും ചെയ്തിരുന്നു. സ്വന്തം പേരിൽ വലിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന വിദേശികൾ തങ്ങളുടെ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ വാഹനത്തിൽ സൂക്ഷിച്ചിരിക്കണമെന്ന് ട്രാഫിക് നിർദ്ദേശിച്ചിട്ടുണ്ട്. 8 പേർക്കിരിക്കാവുന്ന വാഹനങ്ങൾ വാങ്ങുന്ന വിദേശികൾ മുൻകൂട്ടി ട്രാഫിക് വകുപ്പിൽ നിന്നും അനുമതി വാങ്ങിയിരിക്കണം. പ്രൈവറ്റ് വാഹനങ്ങൾ ഉപയോഗിച്ച് ടാക്സി സർവീസ് നടത്തുന്നത് കണ്ടെത്താൻ ശക്തമായ പരിശോധന നടത്താൻ ട്രാഫിക് ഡയറക്ടറേറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, ദമാം.
UAE എക്സ്ചേഞ്ചും ദുബായ് പോലീസും സഹകരിച്ച് സോനാപൂർ ലേബർ ക്യാമ്പിലെ തൊഴിലാളികൾക്കായി ഗാനമേള സംഘടിപ്പിച്ചു. ദുബായ് പോലീസിന്റെ ഉപഭോക്തൃ വിശ്വാസ മാസാചരണത്തിന്റെ ഭാഗമായി പരിപാടികൾ സംഘടിപ്പിച്ചത്. സുരക്ഷിതമായി വാഹനമോടിക്കൽ, ലോട്ടറി തട്ടിപ്പ് തുടങ്ങിയ വിഷയങ്ങളിൽ ദുബായ് പോലീസ് ബോധവൽക്കരണവും നടത്തി. 15 മുതൽ 20 വർഷമായി സ്വന്തം രാജ്യത്തേക്ക് മുടങ്ങാതെ പണമയക്കുന്ന 15 ഉപഭോക്താക്കളെയും ആദരിച്ചു. UAE എക്സ്ചേഞ്ച് കൺട്രി ഹെഡ് വർഗീസ് പി മാത്യു, ദുബായ് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. വാട്സപ്പും ഫേസ്ബുക്കും SMS-ഉം വഴിയും ഉൾപ്പെടെ സോഷ്യൽ മീഡിയ മുഖേന സംഭാവന പിരിക്കുന്നവരെ പിടികൂടുമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. വിശുദ്ധ റമദാനിൽ ദുരിതമനുഭവിക്കുന്ന സിറിയക്കാരെ സഹായിക്കുന്നതിനെന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ ചിലർ സംഭാവന ആവശ്യപ്പെട്ടുകൊണ്ട് മൊബൈൽ നമ്പറും ബാങ്ക് അക്കൌണ്ട് നമ്പറും നൽകിയത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയത്. സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്നവർ കിങ് സൽമാൻ സഹായ സെന്ററിൽ ഏൽപ്പിക്കുകയാണ് വേണ്ടതെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. അൽഖോബാർ യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. രാജു കെ ലുക്കോസ് അധ്യക്ഷനായിരുന്നു. ആരാധകർ കൊണ്ട് ദുർബലതകളിൽ നിന്ന് മുക്തരാകാൻ മനുഷ്യർക്കാവണമെന്ന് റമദാൻ സന്ദേശം നൽകിയ യുവ പണ്ഡിതൻ KM യാസിർ ഉദ്ബോധിപ്പിച്ചു. ഡിഫ പ്രസിഡന്റ് റഫീഖ് കൂട്ടിലങ്ങാടി, ട്രഷറർ റിയാസ് പറളി, അബ്ദുൾ അലി കളത്തിങ്കൽ എന്നിവർ സംസാരിച്ചു. റിയാദിലെ പ്രമുഖ നൃത്തവിദ്യാലയം ചിലങ്ക വിപുലമായ പരിപാടികളോടെ 10ാം വാർഷികം ആഘോഷിച്ചു. അൽമാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഷംനാഥ് കരുനാഗപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ തനതു കലകൾ പ്രവാസി കുട്ടികൾക്ക് പകർന്നു നൽകുന്നതിന് സൗദിയിലെ നൃത്തവിദ്യാലയങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഷംനാഥ് കരുനാഗപ്പള്ളി പറഞ്ഞു. കൃഷ്ണകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടന്ന നൃത്ത പരിപാടിയിൽ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എന്നീ ഇനങ്ങളിൽ കുട്ടികൾ അരങ്ങേറ്റം നടത്തി. നൃത്ത ഇനങ്ങൾക്ക് പുറമെ റിയാദിലെ വയലിനിസ്റ്റ് കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ 12ഓളം കലാകാരന്മാരെ അണിനിർത്തി സിംഹടിയും അവതരിപ്പിച്ചു. നവയുഗം സാംസ്കാരിക വേദിയുടെ കലാസന്ധ്യ 2016 ശ്രദ്ധേയമായി. കലാസന്ധ്യയിൽ മറിമായം എന്ന ടെലിവിഷൻ പരിപാടിയിലെ അവതാരകരും റിയാദിലെ കലാകാരന്മാരും ഒന്നിച്ച് അവതരിപ്പിച്ച മാജിക്കൽ കോമഡി പ്രോഗ്രാം അരങ്ങേറി. സക്കീർ ഹുസൈന്റെ ആശയത്തിൽ റിയാദ് കലാഭവൻ അവതരിപ്പിച്ച ഷാരോൺ ഷെരീഫ് രചനയും സംവിധാനവും നിർവഹിച്ച അവർ പറയട്ടെ എന്ന നാടകവും അരങ്ങേറി. കഴിഞ്ഞ 10 വർഷത്തോളമായി ബഹ്റൈനിൽ ചിത്രരചനാ ക്ലാസ് നടത്തിവരുന്ന സന്തോഷ് പൊരുവഴിയുടെ വിദ്യാർത്ഥികളുടെ ചിത്രപ്രദർശനം നടന്നു. 160-ൽ പരം ചിത്രങ്ങളാണ് പ്രദർശനത്തിനുണ്ടായിരുന്നത്. ബഹ്റൈനിൽ ആദ്യമായി സ്വന്തം ശിഷ്യരുടെ സൃഷ്ടികളുടെ പ്രദർശനം നടത്തി ശ്രദ്ധ നേടിയ കലാകാരനാണ് സന്തോഷ് പൊറുവഴി. തുടർന്ന് 3ാമത് ചിത്രപ്രദർശനമാണ് ഇപ്പോൾ നടന്നത്. 5 മുതൽ 14 വയസ്സുവരെയുള്ള സന്തോഷിന്റെ ശിഷ്യർ വരച്ച ചിത്രങ്ങളാണ് പ്രദർശനത്തിനുണ്ടായിരുന്നത്. 60-ലധികം കുട്ടികൾ വരച്ച 160-ലധികം ചിത്രങ്ങൾ പ്രദർശനത്തിലുണ്ടായിരുന്നു. പ്രദർശനം ഡോക്ടർ ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ പ്രകാശ്, ജയാമേനോൻ, സുധീഷ് രാഘവൻ, അജയകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. 1000-ലധികം പേരാണ് പ്രദർശനം കാണാനെത്തിയത്. അനിൽ തിരൂർ, ന്യൂസ് ബ്യൂറോ, ബഹ്റൈൻ. കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കം തീർക്കാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ പരിഹാരമായില്ല. UDF ചെയർമാനാകാനില്ലെന്ന് ഉമ്മൻചാണ്ടി അറിയിച്ചു. KPCC അധ്യക്ഷനെ മാറ്റി പുനഃസംഘടന വേണമെന്ന് AA ഗ്രൂപ്പുകളുടെ ആവശ്യവും രാഹുൽ ഗാന്ധി തള്ളി. പ്രശ്നപരിഹാരത്തിനായി വീണ്ടും യോഗം ചേരും. തൽക്കാലം പുനഃസംഘടനയില്ല എന്നാണ് തീരുമാനം. തെരഞ്ഞെടുപ്പിലെ വമ്പൻ പരാജയത്തിനു ശേഷമുള്ള ചേരിതിരിഞ്ഞുള്ള ഗ്രൂപ്പ് യുദ്ധത്തിന് പരിഹാരം കാണാനാണ് രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ കേരള നേതാക്കളുടെ യോഗം ചേർന്നത്. രമേശ് ചെന്നിത്തല, VM സുധീരൻ, ഉമ്മൻചാണ്ടി, AK ആന്റണി, കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുഗൾ വാസ്നിക് തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിൽ പക്ഷേ പ്രശ്നപരിഹാരം കണ്ടെത്താനായില്ല. VM സുധീരനെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിക്കാൻ ശ്രമിച്ച ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവർക്കെതിരെ രാഹുൽ വിമർശനമുയർത്തിയതായാണ് സൂചന. തൽക്കാലം പുനഃസംഘടനയില്ല. മുതിർന്ന നേതാക്കളെ കൂടി ഉൾപ്പെടുത്തി വിപുലമായ യോഗം വിളിക്കും. യുവജനങ്ങൾക്ക് KPCCയിൽ പ്രാതിനിധ്യം നൽകുമെന്നും യോഗശേഷം മാധ്യമങ്ങളെ കണ്ട മുഗൾ വാസ്നിക് വ്യക്തമാക്കി. Definitely we will have to have an exercise to make changes at various levels, but where and when, at what level, these matters we have not discussed today. പുനഃസംഘടന ആവശ്യം തള്ളിയതോടെ ഉമ്മൻചാണ്ടി UDF ചെയർമാൻ ആകില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി അറിയിച്ചു. ഇനി ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും. നേതൃമാറ്റ ചർച്ചകൾ ഉണ്ടായോ എന്ന ചോദ്യത്തിന് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ഇങ്ങനെ: പാർട്ടിയുടെ ശക്തിപ്പെടുത്തുന്ന നടപടികളാണ് ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുന്നത്. യോഗശേഷം പ്രതികരിക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറായില്ല.
ഗ്രൂപ്പ് തർക്കം സജീവമായിരിക്കുന്നതിനാൽ നേതൃത്വത്തിനെതിരെ പരസ്യപ്രസ്ഥാനം നടത്തുന്നതിനെ ഹൈക്കമാൻഡ് വിലക്കി. KPCC അധ്യക്ഷനെ മാറ്റണമെന്ന AI ഗ്രൂപ്പുകളുടെ ആവശ്യം തള്ളിയ രാഹുൽ ഗാന്ധി പുനഃസംഘടന യുവജനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകി ഉണ്ടാകണം എന്ന നിർദ്ദേശം കൂടി മുന്നോട്ട് വച്ചത് രമേശ് ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കും തിരിച്ചടിയായി. പക്ഷേ ഭാവിയിൽ VM സുധീരനെ മാറ്റാനുള്ള AI ഗ്രൂപ്പുകളുടെ നീക്കങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ് ഇന്നത്തെ യോഗം. ദില്ലിയിൽ നിന്നും ക്യാമറാൻ ശൈലേഷ് കലായിക്കും രാജീവ് കണ്ണാടിക്കൊപ്പം സന്തോഷ് സർലിംഗ്. KPCC നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച കെ സുധാകരൻ. നട്ടലുള്ള നേതൃത്വം KPCCക്ക് വേണമെന്ന് സുധാകരൻ ദില്ലിയിൽ പറഞ്ഞു. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് VM സുധീരനെ മാറ്റണമെന്നും സുധാകരൻ സോണിയാഗാന്ധിയെ കണ്ട് ആവശ്യപ്പെട്ടു. എല്ലാ ആളുകളെയും കോൺഫിഡൻസിൽ എടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനമേ കോൺഗ്രസിനെ രക്ഷിക്കാനുള്ളൂ. സോണിയാഗാന്ധിയെ കണ്ട് VM സുധീരനെതിരെയുള്ള ആരോപണങ്ങൾ തുറന്നു പ്രകടിപ്പിച്ച ശേഷമാണ് സുധാകരൻ മാധ്യമങ്ങളോട് സംസാരിച്ചത്. സുധീരനെതിരെ പരോക്ഷമായി ആഞ്ഞടിച്ച സുധാകരൻ തെരഞ്ഞെടുപ്പിൽ ഐക്യമുണ്ടാക്കാൻ KPCC നേതൃത്വത്തിനായില്ലെന്ന് കുറ്റപ്പെടുത്തി. കൂട്ടായ ഒരു വർക്ക് ഉണ്ടായിട്ടില്ല, ഒരു മുൻകരുതൽ ഉണ്ടായിട്ടില്ല, മുൻകരുതലായ ഒരു നടപടിയും ഒരു ഭാഗത്തും ഉണ്ടായിട്ടില്ല. പ്രചരണ രംഗത്ത് വളരെ പുറകോട്ട് പോയി, സാമ്പത്തിക രംഗത്ത് വളരെ പുറകോട്ട് പോയി. ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷത്തെയും BJPയെ നേരിടാൻ VM സുധീരന്റെ നേതൃത്വത്തിനാകില്ലെന്നും സുധാകരൻ പരോക്ഷമായി പ്രതികരിച്ചു. CPM ഒരു കേഡർ പാർട്ടിയാണ്. BJP എന്ന് പറയുന്ന പാർട്ടി കേഡർ അല്ലെങ്കിലും BJPയുടെ ഫോർഫ്രണ്ടിൽ നിൽക്കുന്നത് RSS ആണ്. ആ കേഡർ സിസ്റ്റത്തോട് ഫൈറ്റ് ചെയ്യാൻ സാധിക്കുന്ന പാർട്ടി മെക്കാനിസം ഉണ്ടാക്കിയെടുക്കാൻ കെൽപ്പുള്ള പാർട്ടി നേതൃത്വമാണ് കേരളത്തിൽ ഇന്ന് അനിവാര്യം. പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാൻ നട്ടലുള്ള നേതൃത്വം വരണമെന്ന് വ്യക്തമാക്കിയ സുധാകരൻ സുധീരനെതിരെയുള്ള പടയൊരുക്കത്തിന് മൂർച്ച കൂട്ടി. ന്യൂസ് ബ്യൂറോ, ദില്ലി. തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യാൻ കോഴിക്കോട് ചേർന്ന ജനതാദൾ യു സംസ്ഥാന സമിതി യോഗത്തിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം നേടാൻ നേതാക്കളുടെ രാജി നാടകവും. സംസ്ഥാന സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജും സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെയ്ഖ് പി ഹാരിസുമാണ് രാജിസന്നദ്ധത അറിയിച്ചത്. ഇവരുടെ രാജി സംസ്ഥാന കമ്മിറ്റി സ്വീകരിച്ചില്ല. UDFന്റെ സംഘടനാ സംവിധാനം അഴിച്ചുപണിയണമെന്ന് ജനതാദൾ ആവശ്യപ്പെട്ടു. സംസ്ഥാന സമിതി യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജും ജനറൽ സെക്രട്ടറി ഷെയ്ഖ് പി ഹാരിസും രാജിപ്രഖ്യാപനം നടത്തിയിരുന്നു. എന്നാൽ ഇരുവരുടെയും തീരുമാനത്തെ പാർട്ടി പ്രസിഡന്റ് MV വീരേന്ദ്രകുമാർ പരിഹാസരൂപേണ തള്ളിക്കളഞ്ഞു. സംസ്ഥാന സമിതിയും രാജി അംഗീകരിച്ചില്ല. നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് യോഗത്തിൽ ഉയർന്നുവന്നത്. LDFിലേക്ക് പോകണമെന്ന ഭൂരിപക്ഷ അഭിപ്രായത്തെ മറികടന്ന് UDFിൽ തന്നെ തുടരാൻ തീരുമാനിച്ചതിനെതിരെ അംഗങ്ങൾ ചർച്ചയിൽ ആഞ്ഞടിച്ചു. UDFിൽ തുടർന്നതും ജനകീയ പ്രശ്നങ്ങളിൽ നിലപാട് സ്വീകരിക്കാത്തതും പാർട്ടിയുടെ ഐഡന്റിറ്റിയെ ബാധിച്ചതായി വർഗീസ് ജോർജ് പറഞ്ഞു. നവലിബറൽ നയങ്ങൾക്കെതിരെ, ഉദാരവൽക്കരണ നയങ്ങൾക്കെതിരെ കുറെ കാലം പാർട്ടി നിശബ്ദമായി പോയതാണ് ഈ പാർട്ടിയുടെ അപ്രതിഹതമായ പരാജയത്തിന് കാരണം എന്ന് വിലയിരുത്തിയിട്ടുണ്ട്. അതിനിടെ തന്നെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കിയ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മനയത്ത് ചന്ദ്രൻ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് കത്ത് നൽകി. വളരെ ദയനീയമായ രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് ജനതാദൾ യു മുന്നോട്ട് പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമാവശേഷമായതോടെ ഇനി എന്ത് ചെയ്യണം എന്ന ആശങ്കയാണ് നേതാക്കൾ പങ്കുവെക്കുന്നത്. PV കുട്ടൻ, കോഴിക്കോട്. UDFന്റെ പരാജയത്തിന് കാരണം കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകളും മദ്യനയവുമാണെന്ന് ജോണി നെല്ലൂർ. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തോട് UDF നീതികേട് കാണിച്ചു. മുന്നണി മര്യാദകളും ലംഘനവും UDFിൽ നിന്നുണ്ടായതിൽ പാർട്ടിക്ക് അസംതൃപ്തിയുണ്ടെന്ന് ജോണി നെല്ലൂർ കോട്ടയത്ത് പറഞ്ഞു. കലാഭവൻ മണിയുടെ മരണം സംബന്ധിച്ച കേസ് CBIക്ക് വിടാൻ സർക്കാർ തീരുമാനിച്ചു. അന്വേഷണം CBIക്ക് വിടാൻ DGP ശുപാർശ ചെയ്തു. ശുപാർശ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറി. കലാഭവൻ മണിയുടെ മരണം CBIയെ കൊണ്ട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണൻ സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ഈ കത്തുകൂടി പരിഗണിച്ചാണ് CBI അന്വേഷണത്തിന് DGP ലോക്നാഥ് ബെഹ്റ ശുപാർശ ചെയ്തത്. ശുപാർശ അംഗീകരിച്ച സർക്കാർ കേസ് CBIക്ക് വിട്ടുകൊണ്ട് വിജ്ഞാപനം ഇറക്കും. മണിയുടെ മരണം CBIക്ക് വിട്ട നടപടിയെ സഹോദരൻ RLV രാമകൃഷ്ണൻ, കേസിൽ ആരോപണ വിധേയരായ ജാഫർ ഇടുക്കി, സാബു തരികിട എന്നിവർ സ്വാഗതം ചെയ്തു. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നു. മരണം നടന്നതിന്റെ തലേദിവസം മണി താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൌസിൽ വന്നുപോയവരെ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. മണിയുടെ ശരീരത്തിൽ കീടനാശിനിയുടെയും മീഥൈൽ ആൽക്കഹോളിന്റെയും സാന്നിധ്യം ഫോറൻസിക് പരിശോധനയിൽ സ്ഥിരീകരിക്കുകയും ചെയ്തു. മരണവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ആരോപണങ്ങൾ കൂടിയുയർന്ന പശ്ചാത്തലത്തിൽ ദുരൂഹതകൾ മുഴുവൻ അനാവരണം ചെയ്യുന്നതിനു വേണ്ടിയാണ് കേസ് CBIക്ക് വിടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. വിജ്ഞാപനം പുറത്തിറങ്ങിയാൽ കേസ് CBI ഏറ്റെടുക്കും. കൊലപാതക കേസുകൾ അന്വേഷിക്കുന്ന CBIയുടെ കേരളത്തിലെ യൂണിറ്റാവും കേസ് അന്വേഷിക്കാൻ സാധ്യത. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജിഷ വധവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പോലീസിന് ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ വ്യക്തത വരുത്താൻ സാങ്കേതിക വിദഗ്ധർക്ക് കൈമാറും. ദൃശ്യത്തിലുള്ളത് ദിഷയാണെന്ന് തിരിച്ചറിയാൻ അമ്മയ്ക്കും സഹോദരിക്കും കഴിയാത്ത സാഹചര്യത്തിലാണ് ദൃശ്യങ്ങൾ കൂടുതൽ വ്യക്തത വരുത്താൻ പോലീസ് തീരുമാനിച്ചത്. അമ്മ രാജേശ്വരിയിൽ നിന്നും വിശദമായി മൊഴിയെടുക്കാനും പോലീസ് തീരുമാനിച്ചു.
കഴിഞ്ഞ ദിവസം വട്ടോളിപ്പടി വള്ളഡിപ്പോയിലെ CCTV ക്യാമറയിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങൾ പോലീസ് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. വട്ടോളിപ്പടിയിൽ റോഡിലൂടെ ജിഷ നടന്നു പോകുന്നതായിരുന്നു ദൃശ്യങ്ങളിലുള്ളത്. മഞ്ഞ ഷർട്ട് ധരിച്ച ഒരു യുവാവ് പിന്തുടരുന്നതായി സംശയിക്കാവുന്ന ദൃശ്യങ്ങളും ഇതിലുണ്ട്. ദൃശ്യങ്ങളിലെ വ്യക്തതക്കുറവാണ് ഇപ്പോൾ പോലീസിനെ കുഴയ്ക്കുന്നത്. ദൃശ്യങ്ങളിൽ മുഖം വ്യക്തമല്ല. ദൃശ്യങ്ങളിലുള്ളത് ജിഷ തന്നെയാണോ എന്ന സംശയവും നിലനിൽക്കുന്നു. ജിഷയുടെ അമ്മയ്ക്കും സഹോദരി ദീപയ്ക്കും ദൃശ്യങ്ങളിലുള്ളത് ജിഷയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിലാണ് ദൃശ്യങ്ങൾ കൂടുതൽ പരിശോധനയ്ക്ക് അയക്കാൻ പോലീസ് തീരുമാനിച്ചത്. ദൃശ്യങ്ങളിൽ വ്യക്തത വരുത്താൻ സാങ്കേതിക വിദഗ്ധർക്ക് കൈമാറും. അന്വേഷണത്തിന്റെ ഭാഗമായി വട്ടോളിപ്പടിയിൽ പോലീസ് പരിശോധന നടത്തി. CCTV ദൃശ്യങ്ങളിലുള്ള ഭാഗത്താണ് പോലീസ് പരിശോധന നടത്തിയത്. ഇതിനിടെ ചോദ്യം ചെയ്യലുകളും മൊഴിയെടുക്കലുകളും തുടരുകയാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ 6 പേരെ ആലുവ പോലീസ് ക്ലബ്ബിൽ വിളിച്ചുവരുത്തി പോലീസ് ചോദ്യം ചെയ്തു. ഇതിനിടെ ജിഷയുടെ അമ്മയിൽ നിന്നും വിശദമായ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് നടപടികൾ ആരംഭിച്ചു. ഇതിനായി 25 ചോദ്യങ്ങളടങ്ങിയ ചോദ്യാവലിയും തയ്യാറാക്കിയിട്ടുണ്ട്. മുൻ മൊഴികളിലെ പരസ്പര വൈരുദ്ധ്യം ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി. ഇടുക്കി വെൺമണിയിൽ നിന്ന് പിടിയിലായ യുവാവിന്റെ DNA പരിശോധിക്കാനും പോലീസ് തീരുമാനിച്ചു. ഹൈദരാബാദിലെ കേന്ദ്ര ലാബിലേക്ക് ഇതിനായി സാമ്പിളുകൾ അയച്ചു. കഴിഞ്ഞ ദിവസം പിടിയിലായ ഇയാളെ വിട്ടയച്ചെങ്കിലും മുഴുവൻ സമയവും ഇപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കായികമന്ത്രി EP ജയരാജന് അഞ്ജു ബോബി ജോർജിന്റെ കത്ത്. താൻ അഴിമതിക്കാരിയാണെന്ന് മന്ത്രി ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. 6 മാസം മാത്രം ഭരിച്ചവരെ അഴിമതിക്കാരെന്ന് മുദ്രകുത്തി. സഹോദരന്റെ നിയമനത്തെക്കുറിച്ച് അന്വേഷിക്കട്ടെയെന്നും വിമാനയാത്രയ്ക്കായി വാങ്ങിയ 40,000 രൂപ തിരിച്ചടയ്ക്കുമെന്നും അഞ്ജു ബോബി ജോർജ് പറഞ്ഞു. 6 മാസം മാത്രം ഭരണത്തിലിരുന്ന തങ്ങളുടെ ഭരണസമിതിയെ അഴിമതിക്കാരെന്ന് മുദ്രകുത്തുകയും ദീർഘകാലം തലപ്പത്തിരുന്നവർ അതുകണ്ട് പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവരുതെന്ന അപേക്ഷയോടെയാണ് അഞ്ജു ബോബി ജോർജിന്റെ കത്ത് തുടങ്ങുന്നത്. തന്റെ കാലത്താണ് അഴിമതി നടന്നതെന്ന് മന്ത്രിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാകാം അങ്ങ് അത്ര രൂക്ഷമായി പ്രതികരിച്ചത്. അഴിമതി അന്വേഷിക്കണമെന്നു തന്നെയാണ് തന്റെയും അഭിപ്രായം. കൌൺസിലുമായി ബന്ധപ്പെട്ട പല മേഖലകളിലും അഴിമതി നടക്കുന്നുണ്ടെന്ന് അഞ്ജു കത്തിൽ വ്യക്തമാക്കുന്നു. തന്റെ സഹോദരന്റേതുൾപ്പെടെയുള്ള എല്ലാ നിയമനങ്ങളെക്കുറിച്ചും DGP ജേക്കബ് തോമസിനെ പോലുള്ളവരെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും വിമാനയാത്രയ്ക്കായി താൻ കൈപ്പറ്റിയ 40,000 രൂപ തിരിച്ചടയ്ക്കുന്നതായും അഞ്ജു കായികമന്ത്രി EP ജയരാജൻ അയച്ച തുറന്ന കത്തിൽ വ്യക്തമാക്കുന്നു. അതേസമയം സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് അഞ്ജു ബോബി ജോർജിനെ മാറ്റുമോ എന്ന ചോദ്യത്തിന് കായികമന്ത്രി EP ജയരാജൻ ഇങ്ങനെ പ്രതികരിച്ചു. ഊഹാപോഹങ്ങൾ കേട്ട് അത് പ്രചരിപ്പിക്കരുത്. തീരുമാനമെടുത്താൽ അറിയിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് താമസം മാറി. വലിയ ആരവങ്ങളൊന്നുമില്ലാതെ രാവിലെ കുടുംബത്തോടൊപ്പമാണ് മുഖ്യമന്ത്രി ക്ലിഫ് ഹൌസിലെത്തിയത്. പ്രത്യേകിച്ച് ഔദ്യോഗിക അറിയിപ്പുകളൊന്നുമില്ലാതെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് താമസം മാറ്റിയത്. രാവിലെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടപ്പോൾ മാത്രമാണ് പുറംലോകം ഇതറിഞ്ഞത്. രാവിലെ വലിയ ആരവങ്ങളൊന്നുമില്ലാതെ കുടുംബത്തോടൊപ്പമാണ് അദ്ദേഹം ക്ലിഫ് ഹൌസിലെത്തിയത്. തുടർന്ന് സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കാനായി AKG സെന്ററിൽ പോയി. അതിനിടയിൽ കൊച്ചുമകൻ പുറത്ത് പൂന്തോട്ടത്തിലെത്തി അവിടെയെല്ലാം ഓടി നടന്ന് കണ്ടു. പിണറായിയുടെ ഭാര്യ കമലയുടെ മേൽനോട്ടത്തിൽ മറ്റ് സാധനങ്ങളെല്ലാം ക്ലിഫ് ഹൌസിലേക്ക് മാറ്റി. ഉച്ചയ്ക്ക് 1 മണിയോടെ AKG സെന്ററിൽ നിന്നും മുഖ്യൻ ക്ലിഫ് ഹൌസിലേക്ക് മടങ്ങിയെത്തി. ഔദ്യോഗികമായി അറിയിപ്പുകളൊന്നും നൽകാത്തതിനെ തുടർന്ന് വലിയ മാധ്യമപ്പടയും ക്ലിഫ് ഹൌസിനു മുന്നിൽ ഉണ്ടായിരുന്നില്ല. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തൃശൂർ DCC പ്രസിഡന്റായിരുന്ന O. അബ്ദുറഹ്മാൻ കുട്ടിയെ പരാജയപ്പെടുത്തിയാണ് മുരളി പെരുന്നെല്ലി മണലൂർ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടത്. മണലൂരിലെ മുൻ MLA കൂടിയായ മുരളിക്ക് മണ്ഡലത്തിലെ വികസന പദ്ധതികളെക്കുറിച്ച് വ്യക്തമായ ധാരണയാണുള്ളത്. UDF ഭരണകാലത്ത് അവഗണിക്കപ്പെട്ട മണലൂരിൽ കുടിവെള്ള വിതരണത്തിനാണ് MLA പ്രഥമ പരിഗണന നൽകുന്നത്. 2006-2011 കാലയളവിൽ മുരളി പെരുന്നെല്ലി MLA ആയിരുന്ന സമയത്ത് തുടങ്ങിവെച്ച വികസന പദ്ധതികളിൽ പലതും പിന്നീടെത്തിയ UDF സർക്കാർ അവഗണിച്ചു. കുടിവെള്ള വിതരണത്തിലുള്ള പദ്ധതികൾ പോലും രാഷ്ട്രീയ വിവേചനത്തിൽ മുങ്ങി മുടങ്ങിക്കിടക്കുകയാണ്. ഇടത് സർക്കാർ അധികാരത്തിലെത്തിയതോടെ മണലൂർ MLA പ്രഥമ പരിഗണന നൽകുന്നത് കുടിവെള്ള വിതരണത്തിനാണ്. അപ്പോൾ ആ കുടിവെള്ള പദ്ധതികൾ പൂർത്തീകരിക്കുകയും പുതുതായി കുടിവെള്ള പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് മണ്ഡലത്തിൽ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ ആവശ്യമായിട്ട് മുന്തിയ പരിഗണന കൊടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പരിതാപകരമായ അവസ്ഥയിൽ തുടരുന്ന ആശുപത്രികളിൽ മാറ്റങ്ങൾ നടപ്പാക്കാനാകും വിധം പദ്ധതികൾ ഉണ്ടാവും. ഗതാഗത രംഗത്തും കഴിഞ്ഞ LDF സർക്കാർ തുടങ്ങിവച്ച പദ്ധതികളിൽ 5 വർഷക്കാലം നടപടികൾ ഉണ്ടായില്ല. തൃശൂർ കാഞ്ഞാണി വാടാനപ്പള്ളി പാതയടക്കം ഗതാഗത രംഗത്ത് മുടങ്ങിക്കിടക്കുന്ന പദ്ധതികളെല്ലാം പുനരാരംഭിക്കും. കാർഷിക രംഗത്തും പദ്ധതികൾ പരിഗണനയിലുണ്ട്. ITIയുടെ നിലവാരം വർദ്ധിപ്പിക്കുന്നതടക്കം വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടൽ ഉണ്ടാവും. ജൈവ പച്ചക്കറി ഉൽപാദനത്തിൽ മുൻപന്തിയിലെത്താനും പ്രത്യേക പദ്ധതികൾ MLAയുടെ മനസ്സിലുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ.